തിരുവനന്തപുരത്ത് 4ാം ക്ലാസ്സുകാരി സ്കൂൾ ബസ് കയറി മരിച്ച വാർത്തയുടെ വിവിധ റിപ്പോർട്ടുകൾ നമ്മൾ 2 സമയങ്ങളിലായിട്ട് ഈ വാർത്താ ബുള്ളറ്റിൻ നൽകുകയുണ്ടായി. തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണുകരനായിരുന്നു ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. എന്തൊക്കെയാണ് സംഭവിച്ചത്? ബനേഷ്, ഇന്ന് വൈകിട്ടോടെയാണ് സംഭവം. സ്കൂൾ വിട്ട് മടങ്ങുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം മടവൂർ മഹാദേവ ക്ഷേത്രത്തിന് സമീപമാണ് സ്കൂൾ ബസ് തലയിലൂടെ കയറി ഇറങ്ങി ഈ കുട്ടി മരിച്ചിരിക്കുന്നത്. മടവൂർ ഗവൺമെന്റ് LP സ്കൂൾ വാഹനമാണ് കയറിയത്. അതായത് കുട്ടി പഠിക്കുന്ന അതേ സ്കൂളിലെ വാഹനം തന്നെയാണ്, സ്കൂൾ ബസ് തന്നെയാണ് അപകടത്തിന് കാരണമായത്. കുട്ടി വീടിന് മുന്നിൽ വെച്ചാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. കുട്ടിയെ വീടിന് മുന്നിൽ ഇറക്കി ബസ് മുന്നോട്ട് നീങ്ങിയപ്പോഴായിരുന്നു അപകടമുണ്ടായത്. കുട്ടിയെ ആശുപത്രിയിൽ പെട്ടെന്ന് തന്നെ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും മരണം സംഭവിക്കുകയായിരുന്നു. അടുത്തുള്ള പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കാണ് കുട്ടിയെ ആദ്യം കൊണ്ടുപോയത്. കുട്ടി ഏതായാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അത് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ബസിന്റെ പിൻചക്രമാണ് കുട്ടിയുടെ തലയിലൂടെ കയറി ഇറങ്ങിയത്. മുൻഭാഗത്തുകൂടി ബസിനെ മറികടക്കുന്നതിനിടെ കുട്ടി കാൽവഴുതി വീഴുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കേബിൾ കാലിൽ തട്ടി വീണതാകാം എന്നുള്ളത് സംശയമാണ്. നാട്ടുകാർ അങ്ങനെയാണ് ഇപ്പോൾ അവിടെ പറയുന്നത്. ഏതായാലും കുട്ടിക്ക് ആ സമയം തന്നെ ഗുരുതരമായ പരിക്കാണ് ഏറ്റത്. മരണകാരണത്തിനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ആശുപത്രിയിൽ എത്തിയപ്പോൾ കുട്ടി മരിക്കുകയായിരുന്നു. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. മനീഷ്. വിഷ്ണുകരനായിരുന്നു.